ഹായ് ഹലോ. ഇന്ന് ഒക്ടോബർ 20, അതായത് ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി. അപ്പം നമ്മൾ വീട്ടിൽ ദീപാവലിയൊക്കെ ആഘോഷിച്ചു. രാവിലെ ഇവിടെ കുറച്ച് കിഴങ്ങ് വർഗ്ഗങ്ങളാണ് പുഴുങ്ങിയിട്ടുള്ളത്. ചേമ്പ്, കാച്ചിൽ, സ്വീറ്റ് പൊട്ടറ്റോ, പിന്നെ അതിനോടൊപ്പം തന്നെ ഏത്തയ്ക്ക. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഇതായിരുന്നു. ഒട്ടുമിക്ക എല്ലാ വീടുകളിലും ഇത് തന്നെയായിരിക്കും. ഇപ്പോൾ രാവിലെ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് കഴിച്ച് നമ്മുടെ വീട്ടിലെ ഗണപതിയാണ് കേട്ടോ. അപ്പം വിഷുവിനാണ് നമ്മൾ ആദ്യമായിട്ട് കൊടുത്തത്. അപ്പോൾ കൊടുത്ത സാധനങ്ങളൊക്കെ പുള്ളി എണ്ണി നോക്കുക. എല്ലാം ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. അതിൻ്റെ കൂടെ മുളക് ചമ്മന്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ പേര് ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് പേരുകളൊക്കെ സ്വീറ്റ് പൊട്ടറ്റോ ആൾക്ക് അറിയാവുന്നതായിരുന്നു. അത് പറഞ്ഞു തന്നു. ആൾക്ക് മുളക് ചമ്മന്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വിഷുക്കുട്ടിന് അറിയാത്ത സാധനങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുക. ഇതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എനിക്ക് കാച്ചിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞു. എൻ്റെ ഫേവറേറ്റാണെന്ന് പറഞ്ഞപ്പോൾ ആളത് എനിക്ക് ഇങ്ങനെ എടുത്ത് തന്നു. അപ്പോൾ വേണ്ട, മോൻ കഴിച്ചോ, അമ്മയ്ക്ക് വേറെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആളങ്ങ് തിരികെ എടുത്തു. വൈകിട്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചട്ടി വിളക്കൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡും കൂടിയായിരുന്നു വിഷു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇവിടെ ചട്ടി വിളക്കൊക്കെ കത്തിച്ചത്. ഞാൻ ചട്ടി വിളക്കെടുത്ത് വെക്കുമ്പോഴത്തേക്ക് അതിനകത്ത് തിരിയിടാനൊക്കെ ആളായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്ത് കേട്ടോ. പിന്നെ ഞാൻ ഓരോന്ന് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങോട്ട് നിർദ്ദേശങ്ങൾ തരും. അമ്മ അതങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞിട്ട് ഫുൾ ആളെൻ്റെ കൂടെ തന്നെയായിരുന്നു. അപ്പോൾ അതാ നമ്മൾ വിളക്ക് ഫുള്ള് കത്തിച്ച് കഴിഞ്ഞു. അതിൻ്റെ ഫൈനൽ റിസൾട്ടാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ. വീടിൻ്റെ സിറ്റൗട്ടിൽ മാത്രമല്ല, നമുക്കിവിടെ ഒരു തുളസിത്തറയുണ്ട്. അപ്പോൾ തുളസിത്തറയിലുമൊക്കെ നമ്മൾ വിളക്കൊക്കെ കത്തിച്ചു. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക്. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇപ്രാവശ്യം നമ്മൾ അധികം ചട്ടികളൊന്നും എടുത്തിട്ടില്ല. ഇത് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ അപ്പൂനെ വെയിറ്റിങ്ങിലാണ്. അതിനിടയ്ക്ക് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പൂനെ വെയിറ്റിംഗ് ഇതിന് വേണ്ടിയായിരുന്നു. ഞങ്ങൾ കുറച്ച് പൂത്തിരിയൊക്കെ അപ്പൂൻ്റെ അടുത്ത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പൂൻ്റെ കാര്യവും കാത്തിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം വിഷുവിന് ഇതൊന്നും കത്തിക്കാനൊന്നും പേടിയില്ലായിരുന്നു. ഈ വർഷം അവന് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ അവൻ്റെ പേടി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കത്തിച്ചിട്ട് അവൻ എൻ്റെ കയ്യിൽ പിടിച്ചു. അങ്ങനെ ആൾ എൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ കറക്കി കറക്കി നോക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ തിരിച്ചറിവായതുകൊണ്ടായിരിക്കും ആൾക്ക് പേടിയുണ്ടായിരുന്നു. പിന്നെ ഇതിനധികം നീളവും ഇല്ലായിരുന്നു അതിൻ്റെ ആ ഒരു കമ്പിക്ക്. പിന്നീട് അച്ഛൻ്റെ കയ്യിലൊക്കെ പിടിച്ചിട്ട് ആൾ ആ ഒരു പേടിയങ്ങ് മാറ്റിയെടുത്തു. പിന്നീട് സ്വന്തമായിട്ട് തന്നെയാണ് കത്തിക്കാൻ തുടങ്ങിയത്. ആദ്യം ഒരു കൈ കൊണ്ടൊക്കെ ആണെങ്കിൽ കത്തിക്കാൻ തുടങ്ങി. ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കൊന്ന് കാണാനുണ്ടായിരുന്നു കേട്ടോ. ആൾ ഭയങ്കര എക്സ്പേർട്ടായി. പിന്നെ 2 കൈ കൊണ്ടും കൂടി ചെയ്യാൻ തുടങ്ങി. ഇപ്പം അംഗൻവാടിയിൽ പോലെ അക്ഷരം തുടങ്ങിയതിന് ശേഷം അത് വെച്ചിട്ട് രായൊക്കെ ഇങ്ങനെ വരച്ച് നോക്കിയായിരുന്നു കണ്ടോ. ലാസ്റ്റ് മുണ്ട് പോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. പിന്നെ വിഷുവിൻ്റെ കുറേ ഫോട്ടോസും ഒക്കെ എടുത്തു. അത്രയേ ഉള്ളൂ നമ്മളുടെ ദീപാവലി വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ. ഓക്കെ, ബൈ.